ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഒക്ടോബർ 27-ാം തീയതി ഇരുമലങ്കോട് സ്കന്ദഷഷ്ടി ഉത്സവമായിരുന്നു. അപ്പോൾ മഴ കാരണം അത് അന്നത്തെ ദിവസം നടത്താൻ പറ്റിയില്ല. അപ്പോൾ അതിനാൽ നമ്മൾ ഒരു ദിവസം ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ട് കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളൊക്കെ കൂടി ആലോചിച്ച് നവംബർ 2 ഞായറാഴ്ച നടത്താമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ ഇന്നലെ, അപ്പോൾ ഇന്നിപ്പോൾ 3-ാം തീയതി തിങ്കളാഴ്ചയാണല്ലോ, അപ്പോൾ ഇന്നലെ അങ്ങനെ ഇരുമലങ്കോട് ഷഷ്ടി കാവടിയാട്ടം ആഘോഷിച്ചു കേട്ടോ. അപ്പം നമ്മൾ നാട് പ്രകാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിലല്ല, ഒരു ഡേറ്റ് പ്രകാരം തീരുമാനിച്ചിട്ട് നടത്തിയതാണ്. അപ്പോൾ ഇന്നലെ വെയിലൊക്കെ ഉണ്ടായി, നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചു. രാത്രി 10:30 വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഇരുട്ടായപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. എന്നാലും കുറച്ച് ഭാഗങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ ശിങ്കാരിമേള 8:30 ആയപ്പോൾ ശിങ്കാരിമേളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സെറ്റ് കാവടി, അതായത് മുള്ളൂർക്കരയിൽ ഉള്ള ഒരു സെറ്റ് കാവടി ആട്ടോ, പാടവരമ്പ് എന്ന് പറയും. അവിടെ നിന്നുള്ളത് ഒരു ഒക്ടോബർ 27-ാം തീയതി രാത്രി 2:30 അമ്പലത്തിൽ അവിടെ വന്ന് നമ്മൾ മുള്ളൂർക്കരയിൽ നിന്ന് അവർ ഇരുമലങ്കോട് വരെ കാവടിയാട്ടമൊക്കെ ഉണ്ടായി. അതുപോലെ ഇരുമലങ്കോട് വന്നിട്ടും ഉണ്ടായി. 2:30 ആകുമ്പോൾ ഇരുമലങ്കോട് എത്തിയത് കേട്ടോ. അങ്ങനെ ഉണ്ടായി. അമ്പലത്തിൽ അഭിഷേകമൊക്കെ ചെയ്തു പോയി. അപ്പോൾ അവർ മാത്രമാണ് ഇതൊന്ന് ഒഴിഞ്ഞു നിന്നുള്ളൂ. ബാക്കി എല്ലാ സെറ്റ് കാവടികളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിപുലമായിട്ട് ആഘോഷിക്കുക തന്നെ ചെയ്തു. അതാത് സെറ്റുകൾ, അതായത് കാവടിയാട്ടത്തിന് ഓരോ സെറ്റുകളുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം അവരുടെ തുടക്കം കുറിക്കുന്ന ഭാഗങ്ങളിൽ നിന്നിട്ട് ധാരാളം സമയം കൊട്ടും കാവടിയാട്ടമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ അതിന് ശേഷമാണ് ഇരുമലങ്കോട് സെൻറ്ററിലേക്ക് എത്തിയത്. അത് എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഏകദേശം അടുത്തടുത്ത സമയങ്ങളിൽ എത്തിയത് കൊണ്ട് ഒരു കൊട്ടിക്കലാശം എന്ന് പറയുന്ന പോലെ ഒരു നാടിൻ്റെ ഉത്സവം, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ കൂട്ടായ്മ, സൗഹൃദ കൂട്ടായ്മ, അതുപോലെ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു ദിവസം ഇന്നലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു കാഴ്ചയാണത്. ആ ഗ്രാമത്തിൻ്റെ കാഴ്ച എന്ന് പറയുമ്പോൾ നാടൊട്ടുക്ക് സൗഹൃദത്തോടു കൂടി, അല്ലെങ്കിൽ ജാതിമതഭേദമന്യേ സാമ്പത്തിക അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ഒന്നുകൂടി ആഘോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിദേശങ്ങളിൽ നിന്ന് പോലും ഞാൻ പറയേണ്ടതായിട്ടുണ്ട്, കുട്ടികൾ ഈ സമയത്താണ് ലീവിന് വരിക. കുട്ടികൾ എന്നല്ല, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഈ സമയമാകുമ്പോഴാണ് ലീവ് എടുത്ത് നാട്ടിൽ വരിക കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഏറ്റവും ദുഃഖകരമായൊരു കാര്യം എന്താ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ലീവ് എടുത്ത് വന്നവർ നമ്മൾ ഷഷ്ടിക്ക് വന്നിട്ട് ഇത്ര ദിവസം നിന്നിട്ട് പോകാം എന്ന തീരുമാനത്തിൽ റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ വന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് അത് നഷ്ടമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവർ ശനിയാഴ്ച പോയ ആൾക്കാരുണ്ട്, ബുധനാഴ്ച പോയ ആൾക്കാരുണ്ട്, വെള്ളിയാഴ്ച പോയ ആൾക്കാരുണ്ട്. അപ്പോൾ ഷഷ്ടി തിങ്കളാഴ്ച കഴിഞ്ഞിട്ട്, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും കഴിഞ്ഞിട്ട് യാത്രകൾ പുറപ്പെടാനായിട്ട് ടിക്കറ്റുകൾ എടുത്തവർക്കൊക്കെ തീരെ ദുഃഖത്തിലാഴ്ത്തിയിട്ടാണ് അവർ പോയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ശനിയാഴ്ച പോയവർക്ക് ഏറ്റവും വലിയ ദുഃഖം, കാരണം പിറ്റേ ദിവസം കാവടിയാട്ടം നടക്കുകയാണ്. അപ്പോൾ അത് കാണാനോ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാനോ പറ്റില്ല എന്നുള്ള അവരുടെ വിഷമം. അപ്പോൾ ഈ ഒരു വിഷമം, എന്താ പത്ര വിഷമം ഉത്സവത്തിൽ പങ്കെടുത്തില്ലെങ്കിലും, പക്ഷേ അതിനോട് ലയിച്ച് അതിനോട് അലിഞ്ഞു ചേർന്നവരാണ് ഓരോരുത്തരും. അപ്പോൾ അവർക്ക് അവരുടേതായ ആ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും കേട്ടോ. അത് സ്ത്രീയോ പുരുഷനായിക്കോട്ടെ, ആ ഒരു കാവടിയുടെ നാദസ്വരത്തിൻ്റെ കൊട്ട് കേട്ട് കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ താളം ചവിട്ടി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള വിഷമമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ, അത് ഞാൻ കൂട്ടുകാരായിട്ട് പങ്കുവെക്കുകയാണ് കേട്ടോ.
നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഉത്സവങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇത് കാണാതെ പോവുക, അല്ലെങ്കിൽ വന്നിട്ടത് കാണാതെ പോകുന്ന ഒരു വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഒരു വിഷമം അവർക്ക് അറിയാം. നമ്മൾക്കും അത് മനസ്സിലാക്കുമ്പോൾ നമ്മളും അയ്യോ എന്തൊരു കഷ്ടമാണ് നമ്മളും ചിന്തിച്ച് പോകും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സി യു.